മലക്കപ്പാറ റോഡിൽ ആനക്കയത്തിനും അമ്പലപ്പാറയ്ക്കുമിടയിൽ തകർന്ന കലുങ്ക് വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ഒരാഴ്ചക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് നീക്കം. 8 മാസം മുൻപ് തകർന്ന കുമ്മാട്ടിക്കലുങ്കാണ് ബലപ്പെടുത്തുന്നത്. അടിഭാഗത്ത് തോട്ടിൽ വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ കരിങ്കല്ലും മണ്ണും നിറയ്ക്കും. തുടർന്ന് പുറംഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യും. ഇതിന് 7 ദിവസം വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത്. പഴയ കലുങ്ക് പുതുക്കി നിർമ്മിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. സാധാരണയേക്കാൾ 6 മടങ്ങ് അധികം തുകയ്ക്കുള്ള കൊട്ടേഷനുകൾ ലഭിച്ചതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതെ വന്നു. ബദലായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ഞായറാഴ്ച രാത്രി തകർന്നത്. ഇപ്പോൾ മലക്കപ്പാറ റൂട്ടിൽ സർവീസ് ബസ്സുകൾ ഒഴിച്ചുള്ള എല്ലാ വാഹന ഗതാഗതവും നിലച്ചിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്നും വാഴച്ചാൽ വരെയാണ് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയും. KSRTC അടക്കം സ്വകാര്യ ബസ്സുകൾ കുമ്മാട്ടിയിൽ വെച്ച് യാത്രക്കാരെ ഇറക്കി സർവീസ് നടത്തുകയാണ്. പഴയ കലുങ്ക് ബലപ്പെടുത്തിയാലും എത്ര നാൾ ഇതിനെ ആശ്രയിച്ച് വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. കാലവർഷത്തിൽ അതിശക്തമായ കുത്തൊഴുക്കുണ്ടായാൽ കലുങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. TCV ചാലക്കുടി.